ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫെയർസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്തിടെ 10.73 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രവീന്ദ്രനാഥ് ടാഗോർ 1937 വരച്ച പെയിൻറ്റിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രെയിം എക്രോസ് ദി ഡാർക്ക് എന്നതാണ്. ഫ്രം എക്രോസ് ദി ഡാർക്ക്. പൊതുവിതരണ സംവിധാനത്തിൽ പൗരന്മാരുടെ ഫീഡ്ബാക്ക് ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI പ്ലാറ്റ്ഫോമാണ് ആശ, അന്ന സഹായത ഹോളിസ്റ്റിക് AI സൊല്യൂഷൻ എന്നാണ് ഫുൾ ഫോം. 2025 ഫോർമുല 1 ലോക ചാമ്പ്യൻഷിപ്പ് ജേതാവ് ലാൻഡോ നോറിസ്. ഇന്ത്യയുടെ 27ാമത് നവരത്ന പൊതുമേഖലാ സ്ഥാപനം എന്ന നേട്ടം സ്വന്തമാക്കിയത് നുമാലിഗഡ് റിഫൈനറി ലിമിറ്റഡ് ആണ്, അസാമിലാണ്. സ്പെഷ്യൽ ഇൻഡസ്ട്രീവ് റിവിഷൻ അതായത് SIR 2026 പ്രകാരം വോട്ടർ പട്ടികകളുടെ 100% ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ഇന്ത്യ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി പഞ്ച്കുള, ഹരിയാന. ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനികാഭ്യാസമായ ഹരിമൗ ശക്തിയുടെ 5ാം പതിപ്പിന് വേദിയായത് രാജസ്ഥാനാണ്. 2025 അണ്ടർ-19 ഏഷ്യ കപ്പ് കിരീട ജേതാക്കൾ പാകിസ്ഥാനാണ്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. വേദി UAE ആയിരുന്നു. അടുത്തിടെ സർക്കാരിൻ്റെ NOC ലഭിച്ച കേരളം ആസ്ഥാനമായുള്ള എയർലൈനാണ് അൽ ഹിന്ദ് എയർ. പൂനെ ആസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ സർപ്പിളാകൃതിയിലുള്ള താരാപഥത്തിന് നൽകിയ പേര് അളകനന്ദ എന്നാണ്. ഗ്രാമീണ സ്വത്തുക്കൾ ക്രമപ്പെടുത്തുന്നതിനും സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് ഈ സ്വത്ത് 2.0 ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. 2025 ഡിസംബറിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി മാധ്യമ പ്രവർത്തകനാണ് PR രമേശ്.